നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയം തന്നെയാണ്. വേറെ ഒന്നുമല്ല, മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് വളരെ 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 കാര്യമായി റിലീസ് ചെയ്ത് 6-ാം ദിവസവും 7-ാം ദിവസമൊക്കെ എൻ്റെ ഭയങ്കരമായ ചർച്ചകൾ നടക്കുന്നു. ചർച്ചകളെന്ന് പറഞ്ഞാൽ സിനിമയെ പറ്റിയുള്ള ചർച്ചകളെക്കാട്ടി കൂടുതൽ ഇത് ആരൊക്കെയാണ് കുറ്റക്കാർ, ഇത് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഇത് അറിഞ്ഞുകൊണ്ട് പരാജയപ്പെടുത്തിയ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിലുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുന്ന വേറെ ഒന്നും അല്ല. ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ നിർമ്മാതാവും ഇതിൻ്റെ തിരക്കഥാകൃത്തും എല്ലാം കൂടിയാണ്. ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ടതാണോ ഒരു സിനിമ? ഇന്ന് സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം 6 ദിവസത്തോളമായി. ഈ 6 ദിവസം 5-6 ദിവസമായി കഴിഞ്ഞതിന് ശേഷവും ആ സിനിമ ഇഷ്ടപ്പെടേണ്ടവർ ഇഷ്ടപ്പെട്ടോട്ടെ, ഇഷ്ടപ്പെടേണ്ടവർ തിയേറ്ററിൽ വന്ന് കണ്ടോട്ടെ. ഇന്ന് പക്ഷേ വളരെ മോശമായി ഇന്ന് ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഷിബു ബേബി ജോൺ, അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാതാവ്, അദ്ദേഹം ഇന്ന് പറഞ്ഞേക്കുന്നത് ലിജോ പെല്ലിശ്ശേരി മാനസികമായി തളർന്നു. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വന്ന ഉടനെ മാനസികമായി തളർന്നു. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാം. ഓക്കെ. പുള്ളിയും ഒരു മോശം പടം എടുക്കാൻ വേണ്ടി അല്ലല്ലോ ഈ ടെൻഷൻ അനുഭവിച്ചത്. ഏറ്റവും നല്ല പുള്ളിയുടെ ക്രിയേറ്റിവിറ്റിയിൽ, പുള്ളിയുടെ സ്പേസിൽ നിന്നുകൊണ്ട് മോഹൻലാലിനെ എങ്ങനെ പുള്ളി കാണാൻ ആഗ്രഹിക്കുന്നു, മോഹൻലാലിന്റെ പെർഫോമൻസ് എങ്ങനെ വേണം, ഇത് ഓരോ മൈന്യൂട്ട് കാര്യം അന്വേഷിച്ച് വരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എല്ലാവരും കൂടെ വലിച്ചു കീറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദം, അല്ലെങ്കിൽ ഒരു ആഘാതം, പക്ഷെ അദ്ദേഹത്തിനുണ്ടായ ഒരു വേദനയുണ്ടല്ലോ, അത് ഇവര് മനസ്സിലാക്കുന്നില്ല. പുള്ളിയും ഒരു മോശം. ഇപ്പം ഇദ്ദേഹം പറയുന്നത്, അതായത് അവരുടെ ഭാഗം ക്ലിയറാണ്. അദ്ദേഹം കരുതിയിരുന്ന എല്ലാ കാര്യങ്ങളും ലിജോ LJP എന്ന് പറയുന്ന വ്യക്തി മോഹൻലാൽ എന്ന് പറയുന്ന നടനെ എങ്ങനെ അവതരിപ്പിക്കണമെന്നോ ആ രീതിയിലെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, വാനപ്രസ്ഥം എന്ന് പറഞ്ഞ പണ്ടൊരു സിനിമ ഉണ്ടായി. ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ ഗംഭീര സിനിമയാണ്. അത് എനിക്കൊന്ന് മോഹൻലാൽ തന്നെ നിർമ്മിച്ചാണ്. ഈ ക്വാളിറ്റി ഈ നിർമ്മാതാവ് മനസ്സിലാക്കേണ്ടതറിയോ, അത് മോഹൻലാൽ തന്നെ നിർമ്മിച്ചതാണ്. ആ മോഹൻലാൽ തന്നെ നിർമ്മിച്ച ആ സിനിമ അന്ന് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അന്നുണ്ടായ സിനിമയാണ്. പക്ഷേ ഗംഭീര സിനിമയായിരുന്നു. അതിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് വരെ മോഹൻലാൽ കിട്ടി. അങ്ങനെ എത്രയോ സിനിമകൾ, എല്ലാ കൊച്ചു സിനിമയിലും വലിയ സിനിമയിലും എല്ലാവരും പ്രതീക്ഷാപൂർവ്വമാണ്. ഒരിക്കലും ഒരാളും പരാജയപ്പെടണമെന്ന് വിചാരിച്ചാൽ ഒരു സിനിമയും നിർമ്മിക്കുന്നതും ഒരു സിനിമയുടെ കഥ എഴുതുന്നതും തിരക്കഥ എഴുതുന്നതും സംവിധാനം ചെയ്യുന്നതും എല്ലാം വിജയമാകണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും കൊമേഴ്സ്യലി ഇത് പരാജയപ്പെടണമെന്ന് പറഞ്ഞ് ഒരാളും ചെയ്യത്തില്ല. ഇനി ഉള്ള കാലങ്ങളിലും അത് ചെയ്യത്തില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അന്നേരം ഇദ്ദേഹം പറഞ്ഞു വരുന്നത് മാനസികമായി തളർന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇത് LJPയുടെ ആദ്യത്തെ സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് തന്നെ കമൻസ് ഇടാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം. LJPയുടെ ആദ്യത്തെ സിനിമ നായകനാണ്. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടില്ല തിയേറ്ററിൽ. നമുക്കറിയാം, സിറ്റി ഓഫ് ഗോഡ് ഡിസാസ്റ്റർ ആയിരുന്നു ആ സിനിമ. എനിക്കത്ര ഇഷ്ടപ്പെട്ട സിനിമയല്ല. ഡബിൾ ബാരൽ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. ലിജോ പെല്ലിശ്ശേരിയുടെ LJPയുടെ ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ സിനിമ ആ സമയത്ത് ഏറ്റവും ഓഗസ്റ്റ് ഫിലിംസ് നിർമ്മിച്ച സിനിമയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിർമ്മാതാവിൻ്റെ സ്ഥാനത്ത് അന്നൊക്കെ ചാനലിൽ വന്ന അദ്ദേഹം, എനിക്കൊന്ന് കോടികൾ നഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ സിനിമ. അത് ഇപ്പം നല്ല സിനിമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ നിർമ്മാതാവ് കുത്തുവാള എടുത്ത സിനിമയാണ്. അന്നേരം മാനസിക നില അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്നില്ലല്ലോ ഈ പറഞ്ഞ LJP എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, അതിനുശേഷം മലയാളികൾ അദ്ദേഹത്തിന് കൊടുത്തൊരു പട്ടമുണ്ട്. അതായത് 2-3 സിനിമയ്ക്ക്, പ്രത്യേകിച്ച് ചുരുളി, ബൃഹത്തായ സിനിമയൊന്നും വലിയ സിനിമയൊന്നും എനിക്ക് നല്ല, അതിനകത്ത് തെറിവിളികളൊക്കെ നമുക്ക് കുറേയൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ റിലേറ്റ് ചെയ്ത സിനിമ, ജല്ലിക്കെട്ട്, നല്ല ഇതെല്ലാം വിഷ്വലി എല്ലാം ഗംഭീരമായിരിക്കും, പലർക്കും ഇഷ്ടപ്പെട്ട് കാണും. ആരെയും ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്ത സിനിമയൊന്നും അല്ല LJPയുടേത്. പിന്നീട് നൻപകൽ നേരത്ത് മയക്കും, ഈ സിനിമ പോലും സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത, എല്ലാവരെയും സംതൃപ്തിയാക്കിയ സിനിമകളൊന്നും അല്ല LJP ചെയ്തത്. അത് തന്നെ പ്രതീക്ഷ മതി ഇപ്പോഴും അദ്ദേഹം. കാരണം അദ്ദേഹം നോ പ്ലാൻസ് ടു ചേഞ്ചും നോ പ്ലാൻസ് ടു ഇംപ്രസും ചെയ്യാൻ നടക്കുന്ന ഒരു സംവിധായകൻ എന്തിനാണ് ഈ പിടിവാശി കഴിയുകയും മാനസികമായിട്ട് തളരുകയും ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഡബിൾ വാറിലൊക്കെ സമയത്ത് അദ്ദേഹം തളർന്നിരിക്കേണ്ടതല്ലേ? ഇപ്പം അദ്ദേഹം ഈ നമ്മൾ തന്നെ ചാർത്തി കൊടുത്ത ഈ പട്ടം LJP ബ്രില്യൻസ്, LJP മാജിക്, ഇതാണ് ദോഷമായത്.
നമ്മൾ തന്നെയാണ് ഇവരെയൊക്കെ അങ്ങ് ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചേക്കുന്നത്. സിനിമ നല്ലതാണെങ്കിൽ ഏത് സിനിമയും ഓടും, അതിനകത്ത് സംശയമില്ല. നമ്മൾ മോഹൻലാലിൻ്റെ തന്നെ നേരത്തെ ഒരു സിനിമ എടുത്തേ നേര്, എന്തെങ്കിലും അതിനകത്തൊരു അതിനെ കൃത്യമായിട്ട് അഡ്വർടൈസ് ചെയ്തു. ജിത്തു ജോസഫും അവരുടെ ടെക്നിക്കൽ ടീം എല്ലാം, നടന്മാരുൾപ്പെടെ എല്ലാവരും, മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും. ആ സിനിമ ഒരു വലിയ സംഭവങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷേ ആ സിനിമ ഗംഭീര വിജയമായി. ഇവിടെ പറ്റിപ്പോയത് പോസ്റ്റ് ഉൾപ്പെടെ ഒരു മാസ് സംഭവമാക്കി എല്ലാത്തിനെയും കൊണ്ടുവന്നു. മാസ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. തള്ളേണ്ടതിൻ്റെ മാക്സിമം എല്ലാവരും തള്ളി. ആരെയും മോശം എന്ന് പറയുമ്പോൾ എല്ലാവരും തള്ളി മറിച്ച് ഈ പടം. നിങ്ങൾ ഈ ഇഷ്ടപ്പെട്ടവരുൾപ്പെടെ പറയേണ്ട ഒരു കാര്യം, ഇതൊക്കെ പ്രേക്ഷകനെ ഒരുപാട് രീതിയിൽ, പ്രേക്ഷകനെല്ലാം ഇപ്പം എല്ലാ ഇൻ്റർവ്യൂകളും ചെറിയ ചെറിയ കാര്യങ്ങളും അതുപോലെ വലിയ വലിയ കാര്യങ്ങളും അവരെല്ലാവരും മൊബൈൽ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തെല്ലാം കണ്ടുകൊണ്ടിരിക്കേണ്ടതല്ല. ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും തള്ളി മറിച്ചിട്ട് മോഹൻലാലിൻ്റെ അവതാരമാണ്, മലയാളത്തിൻ്റെ മോഹൻലാൽ, ഇതെല്ലാം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇങ്ങനെ അവതാരപ്പിറവി എന്നൊക്കെ പറയുമ്പോഴത്തേന്, അവതാരം എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഷൂട്ടപ്പ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഒരു ഈ സിനിമ അങ്ങ് ഏറ്റവും ഹൈപ്പ് കയറും. ഈ ഹൈപ്പ് കയറുന്നതിനനുസരിച്ച് ഇപ്പം അതിനുശേഷം അവർ പോസ്റ്റർ ഇട്ടേക്കുന്നത് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുത്തച്ചി കഥ, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ആദ്യമേ മുത്തച്ചി കഥയാണെന്നും ഇതൊരു ബാലേ നാടകം പോലാണെന്നും ഇതൊരു ക്ലാസ് സിനിമയാണെന്നും പറഞ്ഞിരുന്നെങ്കിൽ ആ വീക്ഷണത്തിൽ മാത്രമേ എല്ലാവരും വീക്ഷിക്കത്തുള്ളായിരുന്നു ഈ സിനിമ, എല്ലാവരും കാണത്തുള്ളായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ പ്രേക്ഷകരെ കുറ്റം പറയുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവർ മുടക്കിയ കാശും ലിജോ പല്ലിശ്ശേരി LJPക്ക് ഉണ്ടായ സങ്കടവും പറയുന്നു. നമ്മൾ 3 മണിക്കൂർ തിയേറ്ററിൽ പോയിരുന്ന് നമ്മുടെ സമയനഷ്ടം, ധനനഷ്ടം, ഇതെല്ലാം സാമ്പത്തിക നഷ്ടം, ഇതെല്ലാം നമുക്കും ഉണ്ടായിട്ടുള്ളതാണ്, ഓരോരുത്തർക്കും. അന്നേരം LJPക്ക് ഇനി മോട്ടിവേഷൻ്റെ ആവശ്യങ്ങളൊന്നും ഉള്ള വ്യക്തികളില്ല. 10ാമത്തെ സിനിമയല്ലേ ആയുള്ളൂ അദ്ദേഹം. അതേ എത്രയോ സിനിമകൾ ചെയ്ത്, എത്രയോ സംവിധായകർ, എത്രയോ വലിയ സംവിധായകരുടെ, മണിരത്നം പോലുള്ള ഗംഭീരമായിട്ടുള്ള സംവിധായകർ, എത്രയോ വലിയ സിനിമകൾ 3-4 വർഷം വർക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ. അവർ തളർന്നിട്ടില്ലല്ലോ. അന്നേരം LJP അടുത്ത നല്ല സിനിമ ചെയ്യുക, ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക. നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്താലേ ആൾക്കാർ സിനിമ കാണത്തുള്ളൂ. സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർ കാണാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിൽ പരം കുറ്റങ്ങളുടെ മണ്ടയ്ക്ക് കുറ്റങ്ങൾ വെച്ച് കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇങ്ങനെ പോകത്തേ ഉള്ളൂ. പ്രേക്ഷകരെ കുറ്റം പറഞ്ഞ് ഓരോ കാര്യങ്ങളും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഈ സിനിമയ്ക്ക് അതൊരു കാര്യമായിട്ട് ഇതാകത്തില്ല. ഈ സിനിമ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കാണും, ഇഷ്ടപ്പെടാത്തവരായി 90% പേരുള്ളത് കൊണ്ടാണ് ഇന്ന് തിയേറ്ററുകളിൽ യഥാർത്ഥത്തിൽ ആളുകൾ കയറാത്തതിൻ്റെ പ്രധാന കാരണം റിവ്യൂ ചെയ്യുന്നതുകൊണ്ടോ ഒന്നുമല്ല. സിനിമ കാണാൻ പോകേണ്ടവൻ തിയേറ്ററിൽ സിനിമ പോയി കാണും. ഗംഭീര ഒരു സിനിമയാണെങ്കിൽ നമ്മൾ കാണേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണാതിരിക്കുമോ? എല്ലാവരും പോയി കാണും. അത് എത്ര മഴയാണെങ്കിലും, എത്ര വെയിലാണെങ്കിലും, എത്ര ഹെവി സീസൺ ആണെങ്കിൽ, ഇപ്പം നമ്മൾ മഴയുള്ള സീസണിൽ പോലും നല്ല സിനിമയാണെങ്കിൽ, പ്രേമം ഇറങ്ങിയത് ജൂണിലാണെന്നുണ്ടെങ്കിൽ, ജൂൺ 1 ആ സമയത്ത് കാണണ്ട, സ്കൂൾ തുറപ്പിന് സിനിമകൾ റിലീസ് ചെയ്യാത്ത സമയത്ത് പോലും ഗംഭീരമായി ഇടിച്ചു കുത്തി ജനങ്ങൾ നിന്ന് കണ്ട സിനിമയാണ്. സിനിമയുടെ ക്വാളിറ്റി ഫ്രെയിമുകളിൽ മാത്രമല്ല, ആൾക്കാരെ ത്രസിപ്പിക്കുന്ന രീതിയിൽ, ബോറടിപ്പിക്കാത്ത രീതിയിലേക്ക് ഇതെല്ലാം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു സിനിമ ആൾക്കാരെ ആകർഷിക്കുന്നതും അതിന് 100% മാർക്ക് കൊടുക്കുന്നതൊക്കെ. അല്ലാതെ ഒരു പിടി ഓഡിയൻസിനെ മാത്രം ഇഷ്ടപ്പെടുത്താനാണെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്തിട്ട് പ്രേക്ഷകരെ തന്നെ വിമർശിക്കുന്നത് തെറ്റായ കാര്യമാണ്. നിങ്ങൾക്ക് പ്രേക്ഷകനെ, ഇത് കാണുന്ന പ്രേക്ഷകന് ഉറപ്പായിട്ടും കമൻസ് ഇടാം. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. കാരണം 1 രൂപ മുടക്കുന്ന പ്രേക്ഷകനും ഇതിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് 100% വിശ്വസിക്കുന്നു. ബൈ.